ജീവിതത്തിൽ പലവിധ സഹനങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചോദ്യമാണ് ഇത്. ദൈവം സ്നേഹമാണെങ്കിൽ അവിടുന്ന് എന്തിന് സഹനം നൽകുന്നു? കോവിഡ്-19 സാഹചര്യത്തിലും പലരുടെയും ചോദ്യം ഇതുതന്നെയാണ്. ദൈവം ശക്തനാണെങ്കിൽ ഈ വൈറസിനെ എന്തുകൊണ്ട് നിർവീര്യമാക്കുന്നില്ല? ദുഷ്കരമായ ചോദ്യങ്ങളാണ് ഇവയെല്ലാം. ഇതിനുള്ള മറുപടി എല്ലാവരെയും ശാന്തരാക്കണം എന്നില്ല. എങ്കിലും ഒരു മറുപടി ഇതാണ്: അവിടുന്ന് സ്നേഹമില്ലാത്തവനായതുകൊണ്ടോ ശക്തിയില്ലാത്തവനായതുകൊണ്ടോ അല്ല നമുക്ക് ദുരിതങ്ങൾ സമ്മാനിക്കുന്നത്. അവിടുന്ന് നമ്മുടെ ഓരോ സഹനങ്ങളിലും നമ്മോട് കൂടെയുണ്ട്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം നാം ആരാണെന്ന്. ദൈവം സഹനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരോടായി ചില കാര്യങ്ങൾ പറയട്ടെ. ദൈവം എല്ലാം മനസ്സിലാക്കുന്നു. ഈശോയ്ക്ക് നമ്മെ മനസ്സിലാവും. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമെല്ലാം ഭൂമിയിലെ 33 വർഷത്തെ ജീവിതം കൊണ്ട് അവിടുന്ന് ഈ ലോകം വച്ച് നീട്ടുന്ന എല്ലാ ദുരിതങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഏതുതരം ബുദ്ധിമുട്ടും ക്രിസ്തുവിന് നന്നായി മനസ്സിലാകും. ദൈവം നമ്മെ കരുതുന്നു. പക്ഷികളെക്കാൾ വിലയുള്ളവരാണ് നമ്മൾ. ലില്ലികളെ പരിപാലിക്കുന്ന ദൈവം നമ്മയും പരിപാലിക്കാതിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അവയെല്ലാം ദൈവം അറിഞ്ഞു തന്നെയാണ് സംഭവിക്കുന്നത്. തലമുടി നാര് പോലും എണ്ണപ്പെട്ടിരിക്കുകയും അതിലൊന്ന് പൊഴിഞ്ഞാൽ അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവം ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പരിഭവമരുത്. ദൈവം രക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. രക്ഷാകര ചരിത്രത്തിൻ്റെ സംഭവങ്ങളാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ രക്ഷിക്കുമോ എന്ന് പേടിക്കണ്ട. അവിടുന്ന് തീർച്ചയായും നമ്മെ രക്ഷിക്കും. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതന് ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം എന്ന ഹെബ്രായർ 4-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള തിരുവചനം നമുക്ക് ഓർമ്മിക്കാം. അത് നിരാശകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും.